നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പക്ഷേ ഞാനിത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്തത്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെയാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനിത് എടുത്തത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുത്തു. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക അത് കഴിയുമ്പോഴത്തേന്. പിന്നെ അതിൻ്റെ ചൂടിൻ്റെ ആവശ്യമില്ല, ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് ഒന്ന് മിക്സ് ആയിക്കോളും. ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ 2-2.5 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനത് എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ലൈറ്റായിട്ട് ചൂടുണ്ട്, ലൈറ്റായിട്ടുള്ളൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് മോൾഡിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ഡ്രൈ നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാഷ്യൂ ബദാമൊക്കെ ചെറിയ ചെറിയ പീസാക്കി ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സാം ടൈമിൽ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.